പുതിയ കൃഷികളിലൂടെ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ കൂടിയാണ് നമ്മുടെ മണ്ണിനെയും അതിൻ്റെ മണത്തിനെയും കാത്തു സൂക്ഷിക്കുന്നത്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ നട്ടുച്ചയ്ക്ക് ഈ മലയുടെ മുകളിൽ എന്താ പണിയുന്നു? കണ്ണിപറമ്പിൽ നിന്ന് മാവൂര് നേരെ ഒരു 2 കിലോമീറ്റർ കുത്തനെ കയറിയ പരുത്തിപ്പാറയിലെത്താം. പരുത്തിപ്പാറയിൽ ഇപ്പോൾ കുറുന്തോട്ടി കൃഷിയാണ്. സൗഹൃദ, എന്താണ് നിങ്ങൾ എങ്ങനെയാ കുറുന്തോട്ടിയിലേക്ക് എത്തിയത്? NRGന്റെ ഷിജു സാറ് കുറുന്തോട്ടി കൃഷി ചെയ്യാ, അപ്പം നമ്മളും ചെയ്തു ഒക്കെ വിജയിക്കല്ലോ നോക്കലൊന്ന് പരീക്ഷിക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങള് അത് ഏറ്റെടുത്തും കണ്ടൊന്ന് ചെയ്തു നോക്കിയതാണ്. അപ്പൊ ഇവിടെ അടുത്ത് പരുത്തിപ്പാറ മലയിൽ ഒളിക്കൽ മോയി എന്ന് പറഞ്ഞ ആളുടെ 5 ഏക്കർ ഭൂമി ഇവിടെ 5 ഏക്കർ മൊത്തമായിട്ട് 5 ഏക്കർ ഭൂമി ഉണ്ട്. ഇത് അത് 1 ഏക്കർ സ്ഥലത്ത് ഞങ്ങള് കുറുന്തോട്ടി വഴിയോരത്തു നിന്നൊക്കെ പറിച്ചുങ്ങാണ്ട് കൃഷിയോഗ്യമാക്കി ഞങ്ങൾ കുഴിച്ചിട്ടത്. ഞങ്ങളൊക്കെ കേട്ടില്ല കുറുന്തോട്ടിക്ക് വാദം വരാന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വാദമൊന്നും വന്നില്ല? ഞങ്ങൾക്ക് വാദമൊന്നും വിറ്റ് പോകുന്നുള്ളത് ഉറപ്പായി. ഞങ്ങൾക്ക് കോട്ടക്കൽ ആരോഗ്യശാലയില് ഞങ്ങള് ഇത് ഇവിടെ ചെയ്തെന്ന് കേട്ടിട്ട് അവര് വന്നിരുന്നു. അപ്പൊ അവര് വന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഇങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത്. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ വിപുലമായിട്ട് ചെയ്യാനുള്ള ഒരു അറിവും കിട്ടി അവര് വന്നതുകൊണ്ട്. 2-3 ഓര് പറഞ്ഞത് ഞങ്ങളെ മാവൂർ പഞ്ചായത്തിലാകെ മൊത്തം 18 വാർഡുണ്ട്. നിങ്ങൾ 18 വാർഡുള്ളവര് ചെയ്താലും ഞങ്ങൾ ഏറ്റെടുക്കാൻ ഒരു തയ്യാറാണെന്നും പറഞ്ഞു. അത്രോ ഒരു മാർക്കറ്റുള്ള സാധനമാണ് ഈ കുറുന്തോട്ടി എന്ന് പറഞ്ഞത്. നമ്മളിപ്പോ കണ്ടത്തിലൊക്കെ കിടക്കുമ്പോ നമുക്കൊരു വില ഇല്ലാത്ത മാതിരിയാണ് കുറുന്തോട്ടി കാണുമ്പോ, ഒരു വില ഇല്ലാത്ത മാതിരിയാണ്. പക്ഷെ ഇതിനൊരു വില ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് സാറ് പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ചെയ്തതുകൊണ്ട് ഞങ്ങൾ മനസ്സിലായി. ഞങ്ങള് മാവൂർ അവര് തന്നില്ല. ഞങ്ങള് സൈഡ് വഴിയോരത്തുനിന്ന് പിന്നെ ഞങ്ങള് തൊഴിലുറപ്പിന് വരുന്ന തൊഴിലാളികളെ വീട്ടിന്റെ പരിസരത്തുനിന്നും റോഡ് സൈഡിൽ നിന്നും ഒക്കെ പറിച്ചും കണ്ട് അങ്ങനെ കളക്ട് ചെയ്ത ആ തൊഴിലാളികളും കൂടി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവരും പറിച്ചു കണ്ടാല് ആ തൈ കണ്ടാൽ ഞങ്ങൾ പറിച്ച് കളക്ട് ചെയ്ത. പക്ഷെ വലിയ തൈ ഞങ്ങൾ എടുത്തില്ല, കുഞ്ഞു തൈകൾ എടുത്തുങ്ങാണ്ട് അതാണ് കൊണ്ടുവന്ന്. അതപ്പോ 6 മാസമാകുമ്പത്തേ അതിന്റെ പ്രായം എത്തല്ലോ, അങ്ങനെ കളക്ട് ചെയ്ത് കണ്ടാണ് ഞങ്ങൾ ചെയ്തത്. 6 മാസം വേണം. ഇനിയിപ്പോ അടുത്ത മാസം ഡിസംബർ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിളവെടുപ്പിന്റെ സമയമായി. ഇതില് 2 തരം കുറുന്തോട്ടി ഉണ്ട്, പച്ചയുണ്ട്, കറുപ്പും ഉണ്ട്. പക്ഷെ ഞങ്ങള് 90% പച്ചാണ് നോക്കിങ്ങാണ്ട് ചെയ്തത്. കറുപ്പിന് വില ഇല്ലാന്ന് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ അറിവ് അതായിരുന്നു. പക്ഷെ കോട്ടക്കല ഡോക്ടർമാര് വന്നപ്പോഴാണ് 2 കുറുന്തോട്ടിക്കും അതിൻ്റെതായ ഗുണനിലവാരം ഉണ്ടെന്നുള്ള മനസ്സിലായത്. നിങ്ങളിപ്പോ ഇങ്ങനെ തടമെടുത്തിട്ടാണ് ഇപ്പൊ കപ്പയ്ക്ക് തടമെടുക്കണ പോലെ തന്നെയാണ് ഇതിന് തിണ്ടുണ്ടാക്കിയില്ലേ? തിണ്ടുണ്ടാക്കിയ. പക്ഷെ ഞങ്ങള് ഇത് കുഴിച്ചിട്ടപ്പോ നല്ലപോലെ കുഴിച്ചിടണ്ടീനത്. ഈ കള്ളിന്റെ 2 ഭാഗത്തായിട്ട് ചെയ്താല് കുറച്ചുകൂടി സ്പേസ് കിട്ടിയെന്ന് പറഞ്ഞു. അടുത്താവുമ്പോ ഇതേ ചെടികൾ ഇതിന്റെ ഇരട്ടി സ്ഥലത്തേക്ക് നടാനുള്ളത് ഇവിടെ നട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ കിട്ടും ഞങ്ങൾക്ക്. ഇതിന്റെ കായ ഉപയോഗിച്ചിട്ട് വിത്ത് തൈകൾ ഉണ്ടാക്കാലോ. കുടുംബശ്രീക്കാരായിട്ടാണ് ത്രിവേണിയാണ് ഇത് തുടങ്ങിയത് അല്ലേ? കുടുംബശ്രീയിലെ 7 അംഗങ്ങളാണ് ഞങ്ങളുള്ളത്. ത്രിവേണി കൃഷിക്കൂട്ടെന്നാണ് അതിന്റെ പേര്. ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മെയിനായിട്ട്. അപ്പം തൊഴിലാളികൾക്കൊരു തൊഴിലവസരം കൂടി സൃഷ്ടിക്കാന്നുള്ളത് നിർത്തിക്കൊണ്ടാണ് ഞങ്ങള് തരിശായ ഭൂമി കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് പുറപ്പെട്ടത്. കാര്യമായിട്ട് ഞങ്ങളെ കൃഷി ഓഫീസർ ഞങ്ങളെ കട്ടക്ക് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഇതിന്റെ ഏറ്റവും നല്ല പ്രത്യേകത വെച്ചാൽ കൂടുതൽ പരിചരണം ആവശ്യമില്ല. ഇതിലിപ്പോ ഞങ്ങൾ ചെയ്തത് ചാണകവും സ്യൂഡോമോണാസും ഒരു പകുതി വളർച്ചയായതിനു ശേഷം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തു എന്നുള്ളൊരു ഇതേനി ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ കളകൾ പറിച്ച് ഒഴിവാക്കുക, അങ്ങനത്തെ രീതികളൊക്കെ ചെയ്തത്. നാട്ടുകാരെന്ന് പറയുമ്പോൾ ഇതിപ്പോ ഇപ്പോഴാണ് അവർക്കൊരു ഇതായി തുടങ്ങി. കാരണം കോട്ടയ്ക്ക് ആള് വന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും വിലപ്പെട്ട ഒരു സാധനമാണ് എന്നുള്ള. കാരണം ആയുർവേദ മരുന്നിൽ അത്രയും പ്രാധാന്യമുള്ള സാധനമാണല്ലോ കുറുന്തോട്ടി. അപ്പൊ ഇപ്പോഴാണ് അവര് തോന്നുന്നത് നല്ലൊരു ഇതാണ്. ഇപ്പൊ വേറെ വാർഡുകാർക്കും ചെയ്യാനുണ്ട്. ഇപ്പൊ ചെയ്യാനുണ്ട്. പക്ഷെ ഞങ്ങൾ NRGന്റെ ഷിജു സാറ് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് കൂടുതലും സാറ് കുറെ ആയി പറയുന്നത്. ഈ വർഷം നമ്മൾ അതിലേക്ക് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങി. കൃഷി തുടങ്ങണവരെ കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ വരുന്ന ടീം. അതെ. ഇപ്പൊ എവിടെയെങ്കിലും പറമ്പ് കണ്ടാലും ഇതാ കുറുന്തോട്ടി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് താല്പര്യമാണ് അതിന്. കോട്ടക്കലാർക്ക് കിട്ടാൻ ഇവിടെ തന്നെ വിറ്റോ ആൾക്കാരുണ്ട്. അവിടെ എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല കോട്ടയ്ക്കല് അവർക്ക് ആവശ്യമുണ്ടെന്ന്. ഞങ്ങളിവിടെ നാടൻ കടലിലെ മരുന്ന് കടകളിൽ കൊടുക്കുക, കതറമരുന്ന് കടകളിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. പക്ഷെ അവര് കോട്ടയ്ക്ക് വന്ന് അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ എടുത്തോളാം പറഞ്ഞു. പച്ചയ്ക്ക് കൊടുത്താൽ 50 രൂപ കിട്ടും, ഉണക്കിയിട്ടാണെങ്കിൽ അതിനനുസരിച്ച് വില കൂട്ടി തരും എന്നും പറഞ്ഞു. വേറാണ് ഇതിന്റെ മെയിൻ. വേര് കളയരുത് പറഞ്ഞു. അപ്പൊ അതവര് പറഞ്ഞു ഇപ്പൊ നിങ്ങള് പറമ്പുകളിലുള്ളത് നിങ്ങൾ കളക്ട് ചെയ്യുക അതിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടേക്ക് പറമ്പുള്ള തൈകൾ നിങ്ങൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇപ്പൊ പറിച്ചെടുക്കണം. കാരണം മഴ പോയി കഴിഞ്ഞാൽ അത് പറിക്കാൻ കിട്ടില്ല. ഇത് പിന്നെ തട ആയതുകൊണ്ട്
വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. മറ്റേത് പറിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു നാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിത്തിനും നല്ല ഡിമാൻഡാണ്. വിത്ത് നമ്മൾ അവർ പറഞ്ഞത് നന്നായിട്ട് കായായിട്ട് നിങ്ങൾ ഉണക്കാൻ എടുക്കുമ്പോൾ ഷീറ്റിലിട്ട് ഉണക്കിയാൽ നിങ്ങൾക്ക് ആ വിത്ത് കൂടി കളക്ട് ചെയ്യാം. വിത്തിന് കിലോന് 3000 അടുത്ത് വില ഉണ്ട് ഈ സാധനത്തിന് പറഞ്ഞവർ. കാരണം എവിടെയും വിത്ത് തൃശ്ശൂർ എവിടെയും ഒരു ഇതിൽ കിട്ടാനുള്ളൂ വിത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് നടാനുള്ള വിത്തും കൂടി ഞങ്ങളെ കയ്യിൽ നിന്ന് കിട്ടും. വെള്ളം അവന് താഴെ കിണർന്ന് മോട്ടർ വെച്ചിട്ട് ഇവിടെ ഒരു ടാങ്ക് പോലെ കെട്ടി ഷീറ്റ് ഇട്ടിട്ട് കുഴിയാക്കി ഷീറ്റ് ഇട്ട് അതിലേക്ക് വെള്ളം അടിച്ചിട്ട്. പക്ഷെ ഇതിന് മഴ നമ്മൾ ജൂൺ മാസത്തിലാണല്ലോ നടുന്നത്. പക്ഷെ നനയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മഴയിൽ അതെ വേര് പിടിക്കുക. അത് നമ്മൾ മഴ സമയത്താണ് ജൂൺ ജൂലൈ മാസത്തിലാണ് നടുന്നത്. പിന്നെ ഞങ്ങൾ ഈ ചാണകവെള്ളവും ഈ സൂഡോമോണസും മിക്സ് ചെയ്ത് ഒഴിച്ചു എന്നുള്ളതേ വെള്ളം ഞങ്ങൾ ഒഴിച്ചുള്ളൂ. ബാക്കിയുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം തന്നെ. അടുത്ത കൊല്ലം ഞങ്ങൾ ഇവിടെ നടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ ഒരു 3 ഏക്കർ സ്ഥലമുണ്ട് വേറെ ഇതുപോലെ ഒരു മലയാണ്. ഇത്ര തന്നെ മലയല്ല, എന്നാലും അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന തരിശ് പ്രദേശമാണ്. അപ്പൊ അവിടെയും കൂടി ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാവൂർ പഞ്ചായത്തിനെ കുറുന്തോട്ടി പഞ്ചായത്താക്കാൻ പോവുകയാണ്. അതെ കുറുന്തോട്ടിപ്പാറയാവും. കുറുന്തോട്ടിപ്പാറ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറുന്തോട്ടി മാത്രമല്ല ഇവിടെ കച്ചവടം. നിങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങൾ നട്ടുണ്ട് അല്ലേ? കപ്പുണ്ട്, കൂർക്കുണ്ട്, പിന്നെ മധുരക്കിഴങ്ങുണ്ട്, പിന്നെ നേന്ത്രവാഴ അങ്ങിങ്ങായിട്ട് കാണാം, പിന്നെ തെങ്ങുണ്ട്, പച്ചമുളക് 2 തരമുണ്ട്, പിന്നെ തക്കാളി ഉണ്ടായിരുന്നു, വെണ്ട ഉണ്ട്. പൂക്കൃഷി, വിപുലമായ പൂക്കൃഷി വിരിഞ്ഞ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സ് നിറഞ്ഞുപോയി. ഇപ്പം ഞങ്ങൾക്ക് വലിയ ലാഭം കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. മാർക്കറ്റിൽ തന്നെ വിറ്റു. മാവൂര് തന്നെ. ഈ കപ്പ ഇപ്പൊ കാട് പിടിച്ചാണല്ലോ കിടക്കണേ. കള പറിച്ചു, കളയൊക്കെ പറിച്ചു. ഇനിയിപ്പോ ഒരു ഫെബ്രുവരി മാസമാകുമ്പോ ഞങ്ങള് കപ്പേന്റെ വിളവെടുക്കും. കൂർക്കില് അടുത്ത മാസമല്ല പിറ്റത്തെ മാസം എടുക്കും. ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് കൂർക്കിലെടുക്കും. മധുരക്കിഴങ്ങ് നട്ടു, ഒരു പ്രാവശ്യം നട്ടു, ഞങ്ങൾ വിളവെടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം അപ്പം അത് ചുവന്നതും ഉണ്ട്, വെള്ളയുണ്ട്, രണ്ടും ഉണ്ട്. എത്ര പൈസ നിങ്ങൾക്ക് ഈ 5 ഏക്കറിൽ വേണ്ടി വന്നു? കൃഷിഭവൻ ഞങ്ങൾക്ക് ചെറിയ സഹായം ഉണ്ട്, പഞ്ചായത്തിൽ നിന്ന് സഹായം ഉണ്ടാവും. പിന്നെ ഞങ്ങൾ കയ്യിൽ നിന്ന് ഞങ്ങൾ 7 ആളുണ്ടല്ലോ, 7 ആളും കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നഷ്ടം ഉണ്ടായില്ല. ലാഭമുള്ളൂ. ഞങ്ങൾ പിന്നെ ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സ് നിറയും. ഈ കുന്നൊക്കെ കയറി എല്ലാ ദിവസങ്ങളും ഇങ്ങോട്ട് വരുന്നുണ്ട്. അതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് പോവുക. ഞാൻ വേർത്ത് വെള്ളമായി കയറിയപ്പോ. ജോലി വേണമല്ലോ, പിന്നെ ഇതൊരു കൂട്ടായ്മയാണല്ലോ. കൂട്ടായ്മയിൽ കൂടിയാണല്ലോ എന്തും ഉണ്ടാവുക നമുക്ക്. ഞങ്ങളെ കൂട്ടായ്മ തന്നെ. അതിലെന്ത് പരിഭവവും പരാതികളും ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷം. ഇപ്പം ഞങ്ങൾ തൊഴിലാളികളുണ്ട്, ഞങ്ങൾ പരാതി, ഞങ്ങളെല്ലാം ശക്തനായ ഞങ്ങളെ വാർഡ് മെമ്പറുണ്ട്, പിന്നെ അതിലുപരി ഞങ്ങളെ കൃഷി ഓഫീസർ. ശക്തനായ മെമ്പർ വരുന്നുണ്ടെന്നാണ് ഇവിടെ ചന്ദ്രവതി പറഞ്ഞത്. നിങ്ങളുടെ ഉറച്ച പിന്തുണ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാലേ? ഗ്വാലിയർ റൈഡ്സ് ഒക്കെ പോയതിനു ശേഷം വലിയ കഷ്ടത്തിലായിരുന്നു അല്ലേ? വളരെ കഷ്ടത്തിൽ തന്നെ. അവർ പഞ്ചായത്തിന്റെ വരുമാനം, തനത് വരുമാനം ആകെ പോയി. പ്രൊവിഷൻ ടാക്സും ബിൽഡിംഗ് ടാക്സും. പക്ഷെ അപ്പോഴാണ് ഇങ്ങനത്തെ പരിപാടികൾ വരുന്നത്. അപ്പോഴാണ് NREGS മഹാത്മാഗാന്ധി പദ്ധതി ഉഷാറാക്കി മൊത്തം ഫെൻസ് ചെയ്തിട്ട് കണ്ടു. സോളാർ ഫെൻസിങ് കണ്ടു അല്ലേ? ഈ ഉടമ ഒരു വിദേശ മലയാളിയാണ്. അപ്പോൾ അയാൾ ഈ സ്ഥലം കംപ്ലീറ്റ് സോളാർ ഫെൻസിങ് ചെയ്തു. വന്യമൃഗ ശല്യം ഭയങ്കര. പന്നി, മുള്ളൻപന്നി, മയില്, ഇത് മുഴുവനും ഇവിടെ ഉണ്ട്. ഈ ചുറ്റുപാട് ധാരാളം ഉണ്ട്. ഇത് ഈ സൗകര്യമുള്ളത് കൊണ്ടാണ് ഇവിടേക്ക് ഈ തരിശുഭൂമി സ്ഥലം വലിയ ആകർഷിച്ചത്. അതല്ലെങ്കിൽ ഇവിടെ ഇത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഇവര് ചെയ്യണം, നമ്മൾ എല്ലാ പഞ്ചായത്ത് ചെയ്തു കൊടുക്കണം. 10 കൊല്ലമായിട്ടുണ്ട്. ഇവര് ഫസ്റ്റ് തന്നെ നെൽകൃഷിയിലാണ് തുടങ്ങിയത് തരിശുഭൂമിയിൽ. അത് കഴിഞ്ഞ് പച്ചക്കറി കൃഷി ചെയ്തു വയലില്. അത് കഴിഞ്ഞ് പിന്നെയും നെൽകൃഷി ചെയ്തു, പച്ചക്കറി കൃഷി ചെയ്തു, കപ്പ കൃഷി ചെയ്തു. ഇപ്പോൾ ഈ 5 ഏക്കർ സ്ഥലത്ത് കപ്പ,
കുറുന്തോട്ടി, പച്ചക്കറി, ഒക്കെ ഉഷാറായിട്ടുണ്ട്. പല ഐറ്റംസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതൊരു മലേൻ്റെ മുകളിലാണല്ലോ, എല്ലാ തരം കൃഷികളും ചെയ്യുന്നുണ്ട്. അവരൊരു ഐക്യവും പിന്നെ ഞങ്ങളെ കൃഷി ഓഫീസറുകളുടെ സപ്പോർട്ടും പഞ്ചായത്തിന്റെ സപ്പോർട്ടും അതാണ് ഇവർക്കുള്ള ഒരു ആവേശം. പന്നി, മുള്ളംപന്നി, മയില്, മറ്റൊരുപാട് കാട്ടുമൃഗങ്ങൾ, കാലം തെറ്റിപ്പെയ്യുന്ന മഴ, വെയില്, ഇതിലൊക്കെ മറികടന്ന് ഉറച്ച ചുവടുകളായി മുന്നോട്ട് പോവാണ് നമ്മുടെ ത്രിവേണി സംഘം. കോഴിക്കോട്ടെ കർഷക കൂട്ടായ്മയാണ് നിറവ്. നിറവിൻ്റെ പ്രോ പ്ലാന്റർ പദ്ധതി കോളേജുകളിലേക്കും കൂടി വ്യാപിപ്പിക്കുകയാണ്. കോഴിക്കോട് പ്രൊവിഡൻസ് വനിതാ കോളേജിലെ കുട്ടികളും അധ്യാപകരും ഒക്കെ ചേർന്ന് കൃഷിയെ എങ്ങനെ ആധുനികവൽക്കരിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ആയാസരഹിതമാക്കാം എന്ന് തെളിയിക്കുകയാണ്. നമ്മുടെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് പുതിയ ക്ലാസ്സുകളിലൊക്കെ പോകാറുള്ള ഹരി തന്നെയാണ് ഇതിൻ്റെയും പിന്നിലുള്ള ഒരാൾ. കാണാം. ഒരു ഗ്രീൻ ക്ലീൻ ക്യാമ്പസാണ് പ്രൊവിഡൻസ്. UN സസ്റ്റൈനബിൾ ഗോൾസ് 17 എണ്ണം പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രൊവിഡൻസിൽ പ്രോ പ്ലാന്റർ കൃഷി രീതിയെക്കുറിച്ച് ചിന്തിച്ചത്. നിറവിൻ്റെയും നബാർഡിൻ്റെയും സഹായത്തോടു കൂടിയാണ് ഈ പ്രോ പ്ലാന്റർ കൃഷി ഇവിടെ നടപ്പിലാക്കിയത്. പ്രൊവിഡൻസിൽ വർഷങ്ങളായി ഞങ്ങൾ പച്ചക്കറികൾ നടുകയും അതുപോലെ ഏകദേശം ഒരു 40ഓളം വ്യത്യസ്ത വാഴകൾ കൃഷി നടത്തുകയും ചെയ്യുണ്ടായി. ഇത്തരമൊരു കൃഷി, അതായത് കുറഞ്ഞ സ്ഥലത്ത് അല്പം മാത്രം ജലം ഉപയോഗിച്ചുകൊണ്ട് വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറികൾ എങ്ങനെ കുട്ടികളിലേക്ക് പരിചയപ്പെടുത്താം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പ്രൊവിഡൻസിൽ ഏകദേശം ഒരു 40 സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ പച്ചക്കറികൾ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് NSS വിദ്യാർത്ഥികൾ പച്ചക്കറികൾ നടാറുണ്ട്. അപ്പം മാനുവലായിട്ട് അവർക്ക് ഏറെ പണിയെടുക്കേണ്ടതായിട്ട് വരാറുണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ ഒരു അധ്വാനവുമില്ലാതെ കുട്ടികൾക്ക് ഇത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രോ പ്ലാന്റർ കൃഷി രീതിയുടെ ഏറ്റവും വലിയ ഒരു മികവ്. അത് വളരെ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ മണ്ണിൽ ചെളിയിൽ പണിയെടുക്കുവാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു തലമുറയ്ക്ക് ഇത്തരം ഒരു കൃഷി വളരെ സ്വാഗതാർഹമാണ്. നിറവിൻ്റെ ഈ ഒരു പ്രോ പ്ലാന്റർ എന്നുള്ളൊരു പ്രോജക്റ്റ് ഒരു ഫാം ഓട്ടോമേഷൻ സിസ്റ്റമാണ്. ആക്ച്വലി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ളൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി കൃഷീനെ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു സാധാരണ കർഷകന് ഇത് എങ്ങനെ ബെനിഫിഷ്യൽ ആവുമെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മളുടെ പല ഫാർമേഴ്സും പറയാറുണ്ട് ഇത് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനോടൊരു കെട്ടിയിട്ട മാതിരിയാണെന്ന്. കാര്യം ഏത് സമയത്തും നമുക്ക് അവൈലബിൾ ആയിരിക്കണം, ഒരു സ്ഥലത്തേക്ക് സ്വസ്ഥമായിട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതി. അപ്പോൾ എപ്പോഴും അതിനെ പരിപാലിച്ചുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓട്ടോമേഷൻ സിസ്റ്റം ഇതിൽ കൊണ്ടുവരുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർഷകൻ എവിടുന്ന് വേണമെങ്കിലും ഇത് പരിപാലിക്കാനും അദ്ദേഹത്തിന് ചെടി നനച്ചില്ലല്ലോ എന്നുള്ള ഭയമൊക്കെ ഒഴിവാക്കിയിട്ട് സ്വസ്ഥമായി എവിടെയും പോകാനും ഇത് സഹായകമാകും. ഇത് ഏതൊരു കൃഷി രീതിയിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. തെങ്ങോ വാഴയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പം നമ്മൾ നിറവിപ്പോൾ ഏകദേശം 15 വർഷത്തോളമായി കൃഷിരംഗത്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ബനാന ബാങ്ക് പോലുള്ള പ്രൊജക്റ്റുകളൊക്കെ ഓൾറെഡി സക്സസ് ആയിരുന്നു. അപ്പോൾ നമ്മളുടെ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം ഫാമിങ്ങിലും ഇത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മളെന്താണ് അതിൽ ഓരോ കാർഷിക വിളകളാണെങ്കിലും അതിലേക്ക് എങ്ങനെയാണ് ഓരോന്നിനെന്നുള്ള ടൈമർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റി വെള്ളവും വളവും അതിന് എത്തിക്കണം എന്നുള്ളത് നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കൃഷി രീതിക്കും ഇത് അനുയോജ്യമാണ്. ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം, അതായത് അതിൻ്റെ ഒരു 10% താഴെ നമുക്ക് ശരിക്കും ആക്ച്വലി ഇതിന് വെള്ളം റിക്വയർഡ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നനയ്ക്കുക എന്നുള്ളതിലുപരി എങ്ങനെയാണ്, ഇപ്പം നിങ്ങളുടെ ഒരു കൃഷിസ്ഥലം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളവിടെ വന്നിട്ട് കൃഷി ചെയ്തു തരും സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ. അതിന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ചെറിയൊരു തുടക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു ഫാം ഓട്ടോമേഷൻ കമ്പനി ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗ ഇസ്രായേലിൽ പോകേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. സോ അവിടെ പോയി തിരിച്ചു വന്നപ്പം അഗ്രികൾച്ചർ മിനിസ്റ്റർ പ്രസാദിൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ടെക്നോളജി എങ്ങനെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു.
സോ നമ്മൾ നോക്കിയപ്പം അവിടെ എല്ലാം ഹൈ കോസ്റ്റ്, വലിയ ലാർജ് സ്കെയിൽ പ്രൊജക്ട്സ് ആണ്. അപ്പം നമ്മുടെ ഒരു ടീം ഫോം ചെയ്ത് നിറവിൻ്റെ ഒരു ടീമായിട്ട് ഒരു സ്റ്റഡി നടത്തി. അങ്ങനെ ഒരു 6 മാസത്തെ സ്റ്റഡിയിൽ നമുക്ക് ഒരു പ്രോ പ്ലാന്റർ എന്ന് പറഞ്ഞൊരു ആശയം വന്നു. അതിൽ ഒരു വീട്ടുകാരൻ അല്ലെങ്കിൽ ചെറിയ ഫ്ലാറ്റ് ഓണർ, അല്ലെ നമ്മുടെ നാട്ടിലെങ്ങനെ 20 സെൻറ്റ് 30 സെൻറ്റ് അങ്ങനെ ഓരോരോ ഭാഗത്ത് എടുക്കല്ലേ, ഇങ്ങനത്തെ ചെറിയ സ്ഥലത്ത് വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൃഷി നടത്താൻ പറ്റും. അതിൽ നമ്മുടെ കൺട്രോളർ ഡെവലപ്പ് ചെയ്തു. ഈ ഒരു പ്രൊജക്റ്റ് നബാർഡിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. അതോടെ നബാർഡും ഇതിൽ വലിയൊരു ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മളെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി സപ്പോർട്ട് നബാർഡിൽ നിന്നും കിട്ടി. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് നമ്മുടെ ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ പ്രൊവിഡൻസ് കോളേജിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതിൽ നമ്മുടെ ഈ ഒരു പ്രോ പ്ലാന്റർ എന്ന ആശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകന് പച്ചക്കറി പറിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ആശയത്തിലാണ് പ്രോ പ്ലാന്റർ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കേരളത്തിൽ പല ഭാഗത്തും പലർക്കും വലിയ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. ഇത് എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആവശ്യം? നമ്മുടെ ശരീരം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ പറയൂലേ, ആ രീതിയിൽ നമ്മുടെ ശരീരത്തിന് എത്രയാണ് ആസ്തി. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2-2.5 കോടിയുടെ അത്ര ആസ്തിയുണ്ട്. പറഞ്ഞാൽ തമാശയല്ല, നമ്മുടെ ഒരു കിഡ്നിയും അതും ഇതൊക്കെ നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അത്ര ആസ്തിയുണ്ട്. അപ്പം ഇത്രയും ആസ്തിയുള്ള ശരീരത്തിൽ നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ അത്രയും വിഷവും കാര്യങ്ങളും ഉള്ള പച്ചക്കറിയാണ് ഇതിലെന്താ അടിക്കുന്നത്, ഇതിലെന്താ ഉള്ള ഒന്നും ഇല്ലാത്ത പച്ചക്കറികളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം അവിടെയാണ് നമ്മുടെ ഒരു പ്രോ പ്ലാന്ററിൻ്റെ വിജയം വരുന്നത്. അത് നമ്മുടെ സിസ്റ്റം ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് നനച്ചോളും. അതുകൂടാണ്ട് നമ്മൾ അതിന് കറക്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സർവീസും കൊടുക്കും. അതിൽ നമ്മുടെ നാട്ടിൽ പല ഭാഗത്തും പുതിയ കർഷകർ, അത് കൂടാണ്ട് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കർഷകർ, ഈ വേറെ വ്യത്യസ്ത ജോലികളിൽ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം പല കർഷകരും അവരെ വേറെ ജോലി കാരണം കൃഷി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ ഈ ഒരു പ്രോ പ്ലാന്റർ കാരണം പിന്നും നമുക്ക് റെഡിയാക്കാൻ പറ്റും. സോ ഇതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം പ്രോ പ്ലാന്റർ വന്നു. ഇപ്പം പലർക്കും, ഇപ്പം എനിക്കായാലും എൻ്റെ ഒരു സ്ഥലത്ത് ഒരു 20 സെൻറ്റ്, വേറൊരു സ്ഥലത്ത് ഒരു 30 സെൻറ്റ്, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അതൊക്കെ പ്രോ പ്ലാന്റർ വെച്ച് എൻ്റെ എല്ലാ ഫാമും എനിക്ക് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഭാഗത്തും എനിക്ക് സമ്പൂർണ്ണമായിട്ടും കൃഷി നടത്താൻ പറ്റും. എൻ്റെ ആകെയുള്ള ജോലി എന്ന് പറഞ്ഞാൽ അവിടെ പോയി എന്തെങ്കിലും ഒരു പച്ചക്കറി വിളവെടുക്കുക. അപ്പം അങ്ങനത്തെ ഒരു ആശയം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ഭാവി കാണുന്നത് എന്താ വെച്ചാൽ, നമ്മളെ കേരളത്തിൽ ഇതൊരു വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് തന്നെ നമ്മുടെ കേരളം സമ്പൂർണ്ണമായിട്ടും എല്ലാ പച്ചക്കറിയും കേരളത്തിൽ തന്നെ ഉൽപ്പാദിക്കാൻ പറ്റും. ഇത് നമ്മൾ വളരെ സയൻറ്റിഫിക് ആയിട്ട് ഇതിൽ റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതിൽ ഈ ഒരു വീട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കർഷകൻ ഇത് അവരുടെ ഫാമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഒരു 10-15 കൊല്ലങ്ങളോളം അവിടെ ഒരു കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആക്കിയിട്ടാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്തത്. നമ്മൾ ഇപ്പം നബാർഡിൻ്റെ പ്രൊജക്റ്റ് പ്രകാരം 15 വീടുകളിലാണ് ഇതിൻ്റെ ട്രയൽസ് നടത്തുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കർഷകരിലും ബാക്കിയുള്ള വീട്ടുകാരിലും എല്ലാ സ്ഥലത്തും ഇത് വ്യാപിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇത് ഈ ഒരു റൂഫ് ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ലോൺ ഗാർഡൻ, അതേപോലെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കൃഷി നടത്തണം. പക്ഷേ അവർക്ക് വേറെ ഓരോരോ ജോലി കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു പ്രോ പ്ലാന്റർ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ സ്പേസ്, ഒരു സെൻറ്റ് സ്പേസുള്ള ഒരാൾക്കും സമ്പൂർണ്ണമായിട്ട് കൃഷി നടത്താൻ പറ്റും. ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഒരു വെക്കേഷന് പോവുക, എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഞാനൊരു മാസം കഴിഞ്ഞ് തിരിച്ച് വരികയാണെങ്കിലും പ്രോ പ്ലാന്റർ വെച്ച് എൻ്റെ എല്ലാ കൃഷിയും കറക്റ്റ് അവിടെ നടന്നോളും. നമ്മൾ ഇസ്രായേലിൽ പോയപ്പം അവിടുത്തെ ഓരോരോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം 1.5 ലക്ഷം രൂപയുള്ള കൺട്രോളറാണ്. അപ്പം അതിൻ്റെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സാധാരണക്കാരന് ഒതുങ്ങാൻ പറ്റുന്ന റേറ്റിൽ നമ്മളൊരു ചെറിയൊരു 5500 രൂപയ്ക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു കൺട്രോളർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരുവിധം രോഗങ്ങൾക്കൊക്കെയുള്ള മരുന്നാണ് നമ്മുടെ കുറുന്തോട്ടി. ഇന്ന് ആരോഗ്യപ്പച്ചയിലും കുറുന്തോട്ടിയുടെ വിശേഷങ്ങളാണ് കാർത്തിക മഠത്തിൽ. പാടത്തും പറമ്പിലും പെരുവഴിയിലുമൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ് കുറുന്തോട്ടി. എത്ര പറഞ്ഞാലും തീരാത്തതാണ് കുറുന്തോട്ടിയുടെ ഔഷധ ഗുണങ്ങൾ. വേര് തൊട്ട് കായ വരെ എല്ലാം കുറുന്തോട്ടിയിൽ ഔഷധമാണ്. ഓർമ്മയില്ലേ ആ പഴഞ്ചൊല്ല്, കുറുന്തോട്ടിക്കും വാദമോ എന്നത്? വാദം തടയാൻ ആനക്കുറുന്തോട്ടി ബെസ്റ്റാണെന്നതിൽ നിന്ന് വന്ന ചൊല്ലാണത്. ഇത് കൂടാതെ നീലക്കുറുന്തോട്ടിയും വെള്ളക്കുറുന്തോട്ടിയും ഉണ്ട്. മൂന്നും ഒരുപോലെ മരുന്നാണ്. ആനക്കുറുന്തോട്ടിയുടെ ഇലയും വേരും അരച്ച് നീരെടുത്താണ് പണ്ട് വാദത്തിനായി മരുന്നായി ഉപയോഗിച്ചിരുന്നത്. വയറിളക്കം മാറ്റുന്നതിനും ദഹനേന്ദ്രിയത്തിന്റെ ആരോഗ്യത്തിനും കുറുന്തോട്ടി ഉത്തമമാണ്. ഹൃദ്രോഗം, ചതവ്, മർമ്മ ചികിത്സ എന്നിവയ്ക്ക് കുറുന്തോട്ടി ചേർത്ത കഷായവും അരിഷ്ടവുമാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്.
പനിക്കും തലവേദനയ്ക്കും ചെന്നിക്കുത്തിനും ഒറ്റമൂലിയായും കുറുന്തോട്ടി ഉപയോഗിക്കാറുണ്ട്. അനാൽജി ഗുണമുള്ളതിനാൽ കുറുന്തോട്ടിയുടെ വേരുകൾ ചവയ്ക്കുന്നത് പല്ലുവേദന കുറയ്ക്കാൻ സഹായിക്കും. പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും പണ്ട് കുറുന്തോട്ടി ചേർത്ത കഷായം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഓർമ്മക്കുറവ് മറികടക്കാനുള്ള മരുന്നായാണ് കുറുന്തോട്ടിയെ കണ്ടുവന്നത്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ശമനൌഷധമായി കുറുന്തോട്ടി ഉപയോഗിക്കാറുണ്ട്. കുറുന്തോട്ടി ഉണക്കിപ്പൊടിച്ച് നെയ്യും തേനും ചേർത്ത് കഴിക്കുന്നത് ക്ഷയരോഗമുക്തിക്ക് സഹായിക്കുമെന്നാണ് ആയുർവേദം പറയുന്നത്. ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതിനാൽ കുറുന്തോട്ടിയുടെ ഇല ഇത് ഇടിച്ചു പിഴിഞ്ഞ് നീര് കുടിക്കുന്നത് അൾസറിനും വീരശല്യത്തിനും മരുന്നായി കരുതിപ്പോരുന്നു. പറഞ്ഞു വന്നാൽ നിസ്സാരക്കാരനല്ല നമ്മുടെ കുറുന്തോട്ടി. ആയുർവേദത്തിൽ ക്ഷീരബല, ധന്വന്തരം, ബലാതൈലം, ബലാരിഷ്ടം എന്നിവയിലൊക്കെ കുറുന്തോട്ടിയുണ്ട്. ബലാഗുളിച്ചാതി എണ്ണ, ബലാശ്വഗന്ധാതി എണ്ണ, കാർപ്പസാസിസ്ത്യ തൈലം, പ്രഭാഞ്ചനം കുഴമ്പ് എന്നിവയിലൊക്കെ കുറുന്തോട്ടി ഉപയോഗിക്കാറുണ്ട്. രോഗപ്രതിരോധ ഔഷധം എന്ന നിലയിൽ അടിമുടി ഉപയോഗിക്കുന്ന ചെടിയാണ് കുറുന്തോട്ടി. തലമുടി വളരാൻ കുറുന്തോട്ടി താളിയായും ഉപയോഗിക്കാറുണ്ട്. വരണ്ട മുടിയുള്ളവർക്കും കുറുന്തോട്ടി താളി ഗുണം ചെയ്യും. മുടിക്ക് തിളക്കവും കറുപ്പ് നൽകാനും ഇത് സഹായിക്കുന്നു. പഴയ കൃഷിയുണ്ട്, പുതിയ കൃഷികളുണ്ട്. പഴയ ആൾക്കാരുണ്ട്, പുതിയ ആൾക്കാർ കടന്നു വരുന്നുണ്ട്. പുതിയ രീതികളും ആധുനികതയും ഒക്കെയായി കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.